യൂത്ത് കോൺഗ്രസിന്റെയും വി ഡി സതീശന്റെയും ഈ പറഞ്ഞ ആളുകളുടെയും അഭിപ്രായമല്ല. ആ അഭിപ്രായം മുറിവിനെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ, അതിനെ വ്രണമാക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് തന്നെയാണ് ഇവിടെ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത് മറുപടി. അല്ല, ഇവിടെ ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് KS ഹരിഹരന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു നാക്കുപിഴയെ ഇപ്പൊ ഇവര് അതൊരു ആയുധമാക്കുകയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ടാണ് ഇതിനെ കാണുന്നത്. വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ നടത്തിയ വിദ്വേഷ പ്രചരണം, വിഭാഗീയ പ്രവർത്തനങ്ങൾ, ആ വിഭജന രാഷ്ട്രീയത്തെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ ഇവരുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് UDF എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വിഷയത്തെ ഖേദപ്രകടനത്തിൽ അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു വലിയ വിഷയമായി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയിൽ പച്ചക്കൊടി അത് മാത്രം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രചരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബില്ലാദിന്റെയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെയും പടം വെച്ചുകൊണ്ട് ഇവർ പ്രചരിപ്പിച്ചു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ ഈ തരത്തിലൊക്കെ പ്രചരണം നടത്തിയിട്ട് ഇപ്പൊ പറയുകയാണ് ഇത് മുഴുവൻ UDF ആണെന്ന് നടത്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് കോഴിക്കോട് SP ഓഫീസിൽ കാസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പരാതിയുമായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് സ്ക്രീൻഷോട്ടിൽ ആരോപ വിധേയനായ ആ ചെറുപ്പക്കാരൻ വീണ്ടും ഒരു പരാതി കൊടുക്കുകയാണ്. ആർക്ക്? SP കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കൊടുത്ത ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SP ഒരു പരാതി കൊടുത്തിട്ട് ഈ സമയം വരെയായിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാതിരിക്കുമ്പോ വീണ്ടും ആരോപണ വിധേയനായ ആൾ തന്നെ അങ്ങോട്ട് പോവുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായ അദ്ദേഹം തന്നെ വീണ്ടും പോയി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പരാതി കൊടുക്കുകയാണ്. അന്വേഷിക്കണം, അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്ത് അന്വേഷണമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്? അപ്പൊ വളരെ കൃത്യമാണ്. ഇവർ തന്നെ ആസൂത്രിതമായി ഉണ്ടാക്കിയെടുത്ത ഒരു സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പുറത്തുവിടുകയാണ്. അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന് പറയുന്ന Facebook പേജിലാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എന്തേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്താത്തത്? നിങ്ങളുടെ കയ്യിൽ മുഴുവൻ സംവിധാനമില്ലേ? സൈബർ പോലീസ് ഇല്ലേ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പില്ലേ? എല്ലാ സംവിധാനമുണ്ടല്ലോ. നിങ്ങൾ UDF ആണ് ഈ വിഷയം ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാമല്ലോ, നിങ്ങൾക്ക് അതിന് കേസെടുക്കാമല്ലോ. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? കേസെടുത്തിരുന്നു രോഹിത്, കേസുകൾ ഒരുപാടുണ്ട്. അത് സജീഷ് ഇവിടെ എണ്ണി കുറെ കേസുകളുടെ കാര്യവും പറഞ്ഞിരുന്നു. പക്ഷെ താങ്കൾ പറയുന്നത് കസ്റ്റഡിയിൽ എടുത്തോ? അപ്പൊ അന്വേഷണം ഒന്നും നടത്താതെ ഇവർ തന്നെ ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ഇവർ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇത് മുഴുവൻ UDF ആണെന്ന്. അപ്പൊ അതിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇടതുപക്ഷം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. അതിനുള്ള തിരിച്ചടി തന്നെയായിരിക്കും വടകരയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. ശരി സജീഷ്, അങ്ങനെ ചില പൊടിക്കൈകളുണ്ടല്ലോ. ഇപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ ഇവർ പരാതി കൊടുക്കുമ്പോൾ ഒരു കേസും ഉണ്ടാകുന്നില്ല, മറിച്ച് അപ്പുറത്ത് ഈ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന് കേസ് എടുക്കുന്നു. ആർക്കെതിരെ? UDF നേതാക്കൾക്കെതിരെ. അതാണോ താങ്കൾ ഈ മേനി നടിച്ച ഈ കേസുകൾ? ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം, ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ആളുകളുടെ പേരെടുത്താണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വത്തിൽ അഖിലേന്ത്യാ കോർഡിനേറ്ററായി നിൽക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട് DCC സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി അവരുടെ എല്ലാം പോസ്റ്റുകൾ നിലനിൽക്കുന്നു. പറയട്ടെ ഒരു കാര്യം പറയട്ടെ രോഹിത് ചോദിച്ചിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരുന്നു, ഷാഫിയുടെയും ബില്ലാദിന്റെയും പടം ചേർത്ത് വെച്ചുള്ള പ്രചാരണം, അതിലെന്ത് കേസാണ് ചോദിച്ചോട്ടെ? ഞാൻ പറയാലോ ഒരു കാര്യം. ഇവരുടെ ഈ പറഞ്ഞ വ്യാജ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ വ്യാജ പ്രസിഡന്റ് ആണല്ലോ മറുപടി ഇല്ലെങ്കിൽ ആളുകൾ അധിക്ഷേപിക്കുന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് മറുപടി എനിക്ക് മറുപടിയുണ്ട്. ഞാൻ മറുപടിയാണ് പറയുന്നത്. ഞാൻ കൃത്യമായ മറുപടിയാണ് കേട്ടോ. സജീഷ് അങ്ങനെ പറയുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കേണ്ടതല്ലേ? പോയിട്ട് കാര്യമില്ല. ഞാൻ പറയാം,
ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം, പ്രതിപക്ഷ ബഹുമാനം എന്നത് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ബഹുമാനിച്ചുകൊണ്ടും അവരുടെ അഭിസംബോധന ചെയ്യുമ്പോൾ മാന്യമായിട്ടുമൊക്കെയാണ് നമ്മളെല്ലാവരും സംസാരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ കോൺഗ്രസിന് പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാതെ വടകരയിൽ വന്ന് ഈ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത 2 ലക്ഷം വ്യാജ ID കാർഡ് അടിച്ച ഒരാളെ വ്യാജനെന്നല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഈ വ്യാജൻ എന്ന് പറയുമ്പോ കേരളത്തിലെ പോലീസ് പിന്നെ എന്തിനിരിക്കുക? ശശികലയുടെ ചോദ്യം ചെയ്തല്ലോ. വ്യാജനല്ലാതെ പിന്നെ ഓറിജിനൽ എന്ന് പറയണോ? ഓറിജിനൽ പ്രസിഡന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല സുഹൃത്തെ. ഇതൊന്നും ചെയ്യാതെ വ്യാജ പ്രസിഡന്റ് എന്നല്ലാതെ ഓറിജിനൽ പ്രസിഡന്റ് എന്ന് പറയൂ? നോട്ടയെ പ്രസിഡന്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രസിഡന്റ് ആയ ആളാണല്ലോ. അല്ല, നിങ്ങളുടെ കയ്യിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായും കേട്ടാ താങ്കൾക്ക് മനസ്സിലാവും സുഹൃത്തെ. ഞങ്ങള് കൈരേഖ വെച്ച് പറയില്ലല്ലോ. ഞാൻ പേര് വെച്ചിട്ടല്ലേ ഞാൻ പറയട്ടെ. അല്ല, അങ്ങനെ ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞ ഒരു കാര്യം പോലും അല്ല സജീഷ്. താങ്കളെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഓറിജിനൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. യൂത്ത് കോൺഗ്രസിലെ ആളുകൾ ഉൾപ്പെടെ പറയില്ല. അദ്ദേഹം അവിടെ വെച്ച് കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയുണ്ട്, പാലക്കാട് പോയി പ്രചരണം തുടങ്ങി എന്നുള്ള രീതിയിലൊക്കെ അത് അവിടുത്തെ DCC നിഷേധിച്ചു വന്ന് അനങ്ങാതിരിക്കാൻ പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തയുണ്ട്. അത് വേറെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത് രാഷ്ട്രീയമായ ആരോപണം ശരിയാണ്. അത് രാഷ്ട്രീയമായ ഒരു ആരോപണം താങ്കൾ ഉന്നയിച്ചു. പക്ഷേ വ്യാജൻ എന്ന് പറയുമ്പോൾ താങ്കൾ അത് രാഷ്ട്രീയ ആരോപണമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ പറയട്ടെ, വ്യാജൻ എന്നല്ലാതെ മറ്റൊന്നും പറയില്ല സുഹൃത്തെ. സജീഷിന്റെ സർക്കാരുണ്ടല്ലോ, സജീഷിന്റെ സർക്കാരും സജീഷിന്റെ പോലീസും ഉണ്ടല്ലോ, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പോലീസ് ഉണ്ടല്ലോ. നിങ്ങൾ ഈ വ്യാജന അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ ഈ വ്യാജ ഐഡന്റി കാർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യാജ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടും സുഹൃത്തെ. അത് അറസ്റ്റ് ചെയ്യപ്പെടും. അത് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണല്ലോ. ചില അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അവരുമായിട്ടുള്ളത് കൊണ്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഭാവിയിൽ മാറിക്കൊള്ളും. താങ്കൾ ഭയപ്പെടണ്ട, താങ്കൾ പ്രയാസപ്പെടണ്ട. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഒന്ന്, നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യാജ ഐഡന്റി കാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ പോലീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട എന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ. തെളിവുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. കോടതിയുടെ മുന്നിൽ ആ വിഷയം വന്നിട്ടുണ്ട്. പോലീസിന് മുന്നിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഓരോ കാര്യവും അന്വേഷിച്ചല്ലേ കണ്ടുപിടിക്കുക. നിങ്ങൾ കേസ് കൊടുക്കുന്നു, നിങ്ങൾ കോടതിയിൽ പോയി വീണ്ടും സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു, ഞാനല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിയമത്തിന്റെ വഴിയെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്. മലപ്പുറത്ത് നിങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി ആണല്ലോ ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വെച്ചില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് മാർച്ച് വെച്ചില്ലേ? ആ മാർച്ചിന്റെ സ്വാഗതം പറഞ്ഞ ആളാണല്ലോ അതിലെ പ്രതിയായി മാറിയത്. അതും നമ്മൾ കണ്ടാണല്ലോ. അപ്പോ നിങ്ങൾ എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യും, നിങ്ങൾ നിയമത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്നു. എങ്ങനെയാണ് നമുക്കറിയാം. പറയട്ടെ അതല്ല നിങ്ങൾ പറഞ്ഞോ പറയുന്നതിനൊന്നും ഞാൻ എതിരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട വിഷയം, നിങ്ങൾ അവിടെ ഈ വടകരയിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, നമ്മൾ ഈ നടത്തുന്ന ചർച്ച വടകരയിലെ ജനങ്ങൾ കൂടി കാണുന്നുണ്ട്. അവരുടെ എല്ലാം വീട്ടിൽ വന്ന് നടത്തിയ പ്രചാരണമുണ്ട്. അവരുടെ ഓരോ വീടുകളിലും പോയി നിങ്ങൾ വീടാന്തരം കയറി നടത്തിയ പ്രചാരണങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവരോടാ പറയാനുള്ളത്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടി നടത്തിയതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രചാരണമൊക്കെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? പക്ഷെ ഒരു മറുപടി പറഞ്ഞില്ല സജീഷ്. ഈ ഷാഫിയുടെയും ബിൻലാദന്റെയും പടം വെച്ചുകൊണ്ടുള്ള പ്രചാരണമുണ്ടല്ലോ, അതിലെന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ? താങ്കൾ രേഖകൾ ഉണ്ടെങ്കിൽ താങ്കൾ പറയൂ, എന്തെങ്കിലും അങ്ങനെ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ? രോഹിത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഷാഫി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വോട്ടെടുപ്പ് കഴിയുന്നവരെ അങ്ങനെ ഒരു പ്രചാരണവും വന്നിട്ടില്ല. ഈ പറഞ്ഞ ഇവരുടെ പ്രസിഡന്റിനെ ഞാൻ വീണ്ടും വിശേഷിപ്പിക്കുന്നില്ല, കാരണം ചർച്ചയുടെ സമയം തന്നെ വർഗീയ വിഷം പടം വെച്ചിരിക്കുന്ന ചിത്രം പറയാൻ സമ്മതിക്കാതെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല എന്ന് മഞ്ജുഷ് പറയുകയും അതിനിടയിൽ ഞാൻ മറുപടി പറയുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. പറയാനുള്ളൂ. അല്ല, എന്താണ് ഇത് ആവർത്തിച്ച് ചോദിച്ചു, അതുകൊണ്ടാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയൊന്നുമില്ല.
അല്ല, ഒരു കാര്യം